ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6 പുഴുങ്ങിയ കോഴിമുട്ട കൊണ്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഈ പുഴുങ്ങിയ കോഴിമുട്ട ഇതേപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തിയുടച്ച് എടുത്താലും മതി. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ മുഴുവനും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കൂട്ടണമെങ്കിലൊക്കെ കൂട്ടാം. കുറച്ച് കൂട്ടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ചെറിയ സവാള ചെറുതായിട്ട് നല്ല ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രീൻ ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മറ്റേ ഉണങ്ങിയ ഗ്രീൻ ബീൻസ് ഉണ്ടല്ലോ, വെള്ളത്തിലിട്ട് കുതിർത്ത ഗ്രീൻ ബീൻസ്, അതാണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഗ്രീൻ ബീൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ബീൻസും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഫ്രോസൺ അധികം വേവില്ലല്ലോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല. ഇത്രയും പൊടികൾ നമുക്ക് ചേർത്തതിന് ശേഷം ആ പൊടികളുടെ പച്ചക്കുത്ത് പോകോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊന്നും ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട, കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലെ ഒരു അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തക്കാളി കുക്കായി കിട്ടിക്കോളും. ഒരു 2 മിനിറ്റൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ടിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കറിവേപ്പില യൂസ് ചെയ്യാവുന്നതാണ്. മല്ലിയില കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴും ഫ്ലെയിം ലോയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അപ്പം, ദോശ, ചപ്പാത്തി, അതുപോലെ തന്നെ കഞ്ഞി, ചോറ്, പൊറോട്ട, ഗോതമ്പ് ദോശ, ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കോഴിമുട്ട ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാനും ഓഫീസിലേക്ക് ചോറ് കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചപ്പാത്തിയുടെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സ്വീകരിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.